ഓൾ വെൽക്കം ടു IE+. ഞാൻ അക്ഷര. നമുക്ക് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെലക്ഷൻ സീറ്റഡ് എക്സാമിനേഷൻ ആവട്ടെ ഗെറ്റ് എക്സാമിനേഷൻ ആവട്ടെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ മാത്സ് സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് റീസെൻ്റ് ആയിട്ട് സീറ്റഡ് 2 എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള കുറച്ച് സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. തീർച്ചയായിട്ടും കേട്ടിട്ടും ഇത് യൂസ്ഫുൾ ആണ്. കാരണം എന്താണ്, ഏകദേശം സിലബസ് സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള 5 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ജനറൽ ആയിട്ടുള്ള ഏരിയ ആണ്. ഒന്നാമത്തെ ചോദ്യം, The Harappans were master craftsmen and possessed knowledge of dash metallurgy. ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണ്, അവർക്ക് ഏത് മേഖലയിലായിരുന്നു അവരുടെ ആ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് ഉണ്ടായിരുന്നത്, ഏത് മെറ്റലർജി, ഏത് മെറ്റലുമായിട്ട്, ഏത് ലോഹവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനെ കണക്ട് ചെയ്യുക. ഒരിക്കൽ പഠിച്ചാൽ നമ്മൾ മറന്നു പോകാത്ത കാര്യമാണല്ലേ. കോപ്പർ, ബ്രോൺസ്, അയൺ, ബ്രാസ്. അപ്പം നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ എടുക്കുമ്പോൾ ഹാരപ്പൻ ജനത ഏത് മെറ്റലാണ് ഉപയോഗിച്ചിരുന്നത്? ബ്രോൺസ് ടൂളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ഇത് ഇവിടെ എന്താ വരിക? ഹാരപ്പൻ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മെൻ. അപ്പോൾ എന്താണ്, ക്രാഫ്റ്റ്സിൽ അവർക്ക് വളരെയധികം എന്താണ് മാസ്റ്ററി ഉണ്ടായിരുന്നു അല്ലേ. അതോടൊപ്പം തന്നെ അവർക്ക് ഏത് മെറ്റലർജിയാണ്? ബ്രോൺസ് ടൂൾസ് ഉപയോഗിക്കാനാണ് അറിയുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദി ബിലോങ് ടു ദ ബ്രോൺസ് ഏജ്. അപ്പോൾ പോയിന്റ് കണക്ട് ചെയ്ത് വെക്കാം. ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ പീപ്പിൾ, ബ്രോൺസ് മെറ്റലർജി ആൻഡ് ദി ബിലോങ്സ് ടു ദ ബ്രോൺസ് ഏജ്. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. അടുത്ത ചോദ്യം, ഇൻ ദ 17th century the town of Masulipatanam was a center of intense activity and it laid on the delta of the Dash river. നമ്മൾ 17ാം നൂറ്റാണ്ട് എടുക്കുന്ന സമയത്ത് മസുലിപട്ടണം എന്ന് പറയുന്ന ആ ഒരു ടൗൺ വാസ് എ സെൻറ്റർ ഓഫ് ഇൻറ്റൻസ് ആക്ടിവിറ്റി. ഒരുപാട് എന്താണ് കച്ചവടങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ആൻഡ് ദിസ് മസൂലിപട്ടണം എന്ന് പറയുന്നത് ഏത് റിവറിൻ്റെ ഡെൽറ്റയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. മസൂലിപട്ടണം ഏത് റിവറിൻ്റെ ഡെൽറ്റയിലാണ്? പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താണ്, കുറച്ച് കൺസെപ്റ്റ്സും കൂടെ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കൊരു അറിവല്ലേ. എന്താണ്, 17ാം നൂറ്റാണ്ടാണ്, മസൂലിപട്ടണം സെൻറ്റർ ഓഫ് ഇൻറ്റൻസ് ആക്ടിവിറ്റി ആയിരുന്നു. എന്നാൽ ഏത് റിവറിൻ്റെ ഡെൽറ്റയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി, ഗോദാവരി, ഹൂഗ്ലി, കൃഷ്ണ. നമുക്ക് ഏകദേശം എന്താണ് മാപ്പിനെ കുറിച്ചൊക്കെ ഒരു ധാരണ വേണോ അല്ലേ. ഏത് റിവർ ഇതുവഴിയാണ് ഒഴുകുന്നത്, പ്രധാനപ്പെട്ട പോർട്ട് സിറ്റീസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏതാണ് വരിക? റിവർ കൃഷ്ണയാണ് കേട്ടോ. കൃഷ്ണ റിവറിൻ്റെ ഡെൽറ്റയിലുള്ള പോർട്ട് ടൗൺ ആണ്. അപ്പോൾ എന്താണ്, പോർട്ടാണ് കേട്ടോ. തുറമുഖം വരുന്ന ആ ഒരു ടൗണാണ് ഏത് മസൂലിപട്ടണം എന്ന് പറയുന്നത്. 17ാം നൂറ്റാണ്ടിലാണ് പോപ്പുലറായിട്ടിരുന്നത്. ഏത് റിവറിൻ്റെ ഡെൽറ്റയാണ്? കൃഷ്ണ റിവറിൻ്റെ ഡെൽറ്റയുടെ തീരത്തായിട്ടാണ് ഈ പോർട്ട് ടൗൺ ആയിട്ടുള്ള മസൂലിപട്ടണം സ്ഥിതി ചെയ്തിരുന്നത്. അടുത്ത ചോദ്യം, വാട്ട് വാസ് ദ നെയിം ഓഫ് റവന്യൂ സിസ്റ്റം വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ തോഡർമാൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത റവന്യൂ സിസ്റ്റത്തിൻ്റെ പേര് എന്തായിരുന്നു? ഹിസ്റ്ററിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇക്താദാരി, സാപ്തി, ജാഗിർ, മൻസാബ്. അപ്പം നമുക്ക് ആ ഒരു ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് റവന്യൂ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. പോപ്പുലർ ആയിട്ടുള്ള കിങ്ഡം അവർ കൊണ്ടുവന്നിട്ടുള്ള റവന്യൂ സിസ്റ്റം ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നമുക്ക് എന്താണ്, തോഡർമാൽ കൊണ്ടുവന്നിട്ടുള്ള റവന്യൂ സിസ്റ്റം ഏതെന്നാണ് ചോദ്യം. ഏതാണ് ഉത്തരം വരിക? സപ്തിയാണ് കേട്ടോ. സപ്തി എന്താണ്, ഇൻവോൾവ് ലാൻഡ് മെഷർമെൻറ്റ് ആൻഡ് ഫിക്സഡ് റവന്യൂ റേറ്റ്സ്. അക്ബറിൻ്റെ റെയിനിലായിരുന്നു. എന്താണ് സംഭവം? ലാൻഡ് മെഷർമെൻറ്റ്, ലാൻഡ് അളന്ന് എന്ത് ചെയ്യുന്നു, ഫിക്സഡ് റവന്യൂ റേറ്റുകൾ കൊടുക്കുന്നു. അപ്പോൾ അതിനെയാണ് എന്ത് പറയുക? സപ്തി എന്ന് പറയുക. ആരുടെ റെയിനിലാണ് ഇത് ഉണ്ടായിരുന്നത്? അക്ബറിൻ്റെ റെയിനിലാണ് ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് കറൻ്റ്ലി ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സബ്ജക്റ്റുകളെ നമ്മൾ പല ലിസ്റ്റുകളായിട്ട് തിരിക്കും എന്നറിയാം. അപ്പോൾ ഏതൊക്കെയാണ് ലിസ്റ്റ്? സെൻട്രൽ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് സെൻട്രൽ ലിസ്റ്റ് എന്നല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തറിയാം, മൊത്തത്തിലുള്ള സെൻട്രൽ ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും യൂണിയൻ ലിസ്റ്റിൽ വരിക. യൂണിയൻ ലിസ്റ്റിൽ വരിക സെൻട്രൽ ലെവലിലുള്ള കാര്യങ്ങളാണ്. സ്റ്റേറ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റാണ്. ഇനി സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരുപോലെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണെങ്കിൽ അതെന്ത് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും? കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. അപ്പം നമുക്ക് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 നോക്കാം. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ടാക്സ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അങ്ങനെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യണം?
അറേഞ്ച് ചെയ്യാനായിട്ടാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കുന്ന ഒരു സംഗതിയാണ് എന്താണ് എഡ്യൂക്കേഷൻ. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യം നമുക്കറിയാം അത് ഏത് ലിസ്റ്റിലാണ്? കൺകറൻറ്റ് ലിസ്റ്റിലാണ്. സ്റ്റേറ്റിനും സെൻട്രൽ ലെവലിലും ഒരുപോലെ അവർക്ക് പങ്കുള്ള ഒരു സംഗതിയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ എവിടെയാണ് വരുന്നത്? കൺകറൻറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. എഡ്യൂക്കേഷൻ കൺകറൻറ്റ് ലിസ്റ്റ്. ആ ഒരു പോയിന്റ് വെച്ച് നമുക്ക് C2 മാച്ച് ആവുന്ന രീതിയിൽ നോക്കണം. ഓപ്ഷൻ നോക്കുമ്പോൾ എന്താണ് സിയും 2ഉം കൂടെ മാച്ച് ആവുന്ന രീതിയിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഉത്തരം എന്താണ്? അപ്പോൾ തന്നെ നമുക്ക് കിട്ടിക്കഴിയും. നോക്കിക്കേ, സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് ഹെൽത്ത് എന്ന് പറയുന്ന കാര്യം. ഹെൽത്ത് ഏത് ലിസ്റ്റിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ടാക്സ് എവിടെയാണ്? യൂണിയൻ ലിസ്റ്റിലാണ്. അടുത്ത നമുക്ക് ഓൾറെഡി അറിയാം എഡ്യൂക്കേഷൻ എവിടെയാണ്? കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അപ്പം നമുക്ക് ഒരൊറ്റ കാര്യം അറിയാമെങ്കിൽ തന്നെ അതാ ഉത്തരം കിട്ടി, ഒന്നും വേണ്ടായിരുന്നു. C2 വരുന്ന ഓപ്ഷൻ എഡ്യൂക്കേഷൻ കൺകറൻറ്റ് ലിസ്റ്റിലാണെന്ന് അറിയാവുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്തു? പെട്ടെന്ന് ഉത്തരം കിട്ടി. മറ്റേത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും ഉത്തരം കിട്ടി. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് CTET റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതുപോലെ അറേഞ്ച് ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഏറ്റവും നല്ലപോലെ അറിയാവുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ ആദ്യം മാച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാം. പിന്നെ അത് വെച്ച് ബാക്കിയുള്ള എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. അതിനുശേഷം മാത്രം എന്താണ്, ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഗസ് ചെയ്യാനൊക്കെ പോകാവൂ. ആദ്യം എന്താണ്, നമുക്ക് അറിയാവുന്ന കാര്യമായിട്ടും ലോജിക്കും ഒക്കെ വെച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം, വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ എർത്ത് ഡസ് നോട്ട് റൊട്ടേറ്റ്? എർത്ത് റൊട്ടേറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കും? ജോഗ്രഫിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ചോദ്യം ഹൈപ്പോത്തറ്റിക്കൽ ആണ്, എന്നിരുന്നാൽ പോലും എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എർത്ത് റൊട്ടേറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോവുക? There will be shorter days and longer nights. There will be longer days and shorter nights. There will be rapid change in seasons. Life would not have been possible on the earth. അപ്പം നോക്കിക്കേ, ഷോർട്ടർ ഡേയും ലോങ്ങർ റേറ്റും, അതായത് എന്താ, പകലുകൾ ചുരുങ്ങുകയും രാത്രികളുടെ ദൈർഘ്യം വർദ്ധിക്കുകയും ചെയ്യുവാണോ? അല്ലെങ്കിൽ പകലുകൾ വർദ്ധിക്കുകയും രാത്രിയുടെ ദൈർഘ്യം കുറയുകയാണോ? അതല്ലെങ്കിൽ സീസണുകളുടെ കാര്യത്തിൽ എന്താണ്, റാപ്പിഡായിട്ട് പെട്ടെന്ന് മാറ്റം വരികയാണോ? ഇതൊന്നും അല്ലല്ലേ. എന്താ സംഭവിക്കുക? ലൈഫ് വുഡ് നോട്ട് ഹാവ് ബീൻ പോസിബിൾ ഓൺ ദ എർത്ത്. എർത്തിൽ ലൈഫ് പോസിബിൾ ആകില്ല. അപ്പം അത്രയധികം ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണല്ലേ നമുക്ക് എർത്തിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത്. എർത്തിൻ്റെ റൊട്ടേഷൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, എർത്ത് റൊട്ടേറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലൈഫ് പിന്നെ എർത്തിൽ സസ്റ്റെയിൻ ചെയ്യില്ല. എന്താ സംഭവിക്കുക? എർത്ത് റൊട്ടേഷൻ കോസ് ഡേ ആൻഡ് നൈറ്റ്. നമുക്കറിയാമല്ലോ എർത്തിൻ്റെ റൊട്ടേഷനാണ് ഡേ ആൻഡ് നൈറ്റ്സിന് കാരണം. അങ്ങനെയാണെങ്കിൽ എർത്തിൻ്റെ റവല്യൂഷൻ എന്തിന് കാരണമാവുന്നുണ്ട്? സണ്ണിന് ചുറ്റും എന്തോ ചെയ്യുന്നുണ്ട്, എർത്ത് കറങ്ങുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഭൂമിയിൽ ഉണ്ടാകുമോ? അതറിയാവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേ. റൊട്ടേഷൻ ആണെങ്കിൽ നമുക്കറിയാം ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകുന്നു. റവല്യൂഷൻ കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യൂ. ദെൻ വിത്തൗട്ട് ഇറ്റ് എക്സ്ട്രീം ടെമ്പറേച്ചർ ഡിഫറൻസ് വുഡ് മേക്ക് ലൈഫ് ഇമ്പോസിബിൾ. ഡേയും നൈറ്റും വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് വരില്ലേ? ഡേ ഉള്ളിടത്ത് നിന്നാണ് എക്സ്ട്രീം ഹീറ്റ് ആവും, നൈറ്റുള്ളിടത്ത് നിന്നാണ് എക്സ്ട്രീം കോൾഡ് ആവും. പിന്നെ അവിടെ നമുക്ക് ലൈഫ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ആൻഡ് ലൈഫ് വിൽ നോട്ട് ബി പോസിബിൾ. ഇങ്ങനൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറഞ്ഞതാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. മറ്റൊരു സെക്ഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.